മിക്ക ആളുകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അമിതവണ്ണം. പല അനാരോഗ്യകരമായ അവസ്ഥകളിലേക്കും ഇത് നയിക്കുമെന്നതിനാൽ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നവരെല്ലാം തന്നെ ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാൻ പല മാർഗങ്ങളും തേടാറുണ്ട്. അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി പല വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിലൊന്നാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. വണ്ണം കുറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരിൽ പലരും തിരഞ്ഞെടുക്കുന്ന ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന രീതി വളരെ മികച്ചതാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായ ഇടവേളയിൽ ഭക്ഷണം കഴിച്ച് ബാക്കി സമയങ്ങളിൽ ഉപവാസം എടുക്കുന്ന രീതിയാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഉപവാസം എടുക്കുന്നതിന്റെ സമയം കൂടുതലായതിനാൽ തന്നെ പലപ്പോഴും ഫാസ്റ്റിംഗ് പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കാറാണ് പതിവ്. ഇതിനൊരു പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ സ്കൂൾ ഓഫ് മെഡിസിനിലെ ഗവേഷകർ. വിരസതയൊന്നുമില്ലാതെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ശീലമാക്കാനുള്ള വഴിയാണ് പഠനം പറയുന്നത്. ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ ഉപവസിക്കുകയും ബാക്കി ദിവസങ്ങൾ സാധാരണത്തേതുപോലെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് പഠനം പറയുന്നത്. ഈ 3 ദിവസം തുടർച്ചയാകാൻ പാടില്ല. സാധാരണ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി തുടർച്ചയായി 2 ദിവസം ഉപവസിക്കാതിരിക്കുന്നതിലൂടെ അമിതവണ്ണം ഉപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. പഠനത്തിനായി അമിതവണ്ണമുള്ള 165 പേരെയാണ് പരീക്ഷണ വിധേയമാക്കിയത്. ഇതിൽ ചില ആളുകൾ തുടർച്ചയില്ലാതെ ആഴ്ചയിലെ 3 ദിവസം ഉപവാസം എടുക്കുകയും മറ്റു ചില ആളുകൾ വർഷം മുഴുവൻ എല്ലാ ദിവസവും കലോറി ക്രമീകരിച്ചും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ആഴ്ചയിൽ തുടർച്ചയല്ലാതെ 3 ദിവസങ്ങളിൽ ഉപവാസം എടുത്തവരിൽ 7.6% ശരീരഭാരം കുറയുകയും വർഷം മുഴുവൻ കലോറി ക്രമീകരിച്ച് ഭക്ഷണം കഴിച്ചവരിൽ 5% ശരീരഭാരം കുറഞ്ഞതായും ഗവേഷകർ കണ്ടെത്തി. പലവിധ കാരണങ്ങൾ കൊണ്ട് ഡയറ്റ് പ്ലാനുകൾ പിന്തുടരുന്നവർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകാറുണ്ട്. എന്നാൽ ആഴ്ചയിൽ തുടർച്ചയല്ലാത്ത ദിവസങ്ങളിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് പിന്തുടർന്നവരിൽ 19% പേർ മാത്രമാണ് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞത്. അതേസമയം എല്ലാ ദിവസവും ഡയറ്റ് ക്രമീകരിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളിൽ 47% ആളുകളാണ് പോയത്. ഇതിൽ നിന്ന് എല്ലാ ദിവസവും കലോറി നോക്കി ഭക്ഷണം ക്രമീകരിക്കുന്നതിന്റെ വിരസത മാറ്റാൻ ആഴ്ചയിൽ 3 ദിവസം മാത്രം നടത്തുന്ന ഉപവാസത്തിന് സാധിച്ചേക്കാമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. ശരീരഭാരം കുറയ്ക്കാനും വിസ്റൽ ഫാറ്റ് കുറയ്ക്കാനും സഹായിക്കുന്നു എന്നതാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന്റെ ഒരു ഗുണം. ഇത് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുകയും ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അൽഷിമേഴ്സ്, നമ്മുടെ ശരീരത്തിലെ ചലനത്തെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയായ പാർക്കിൻസോണിസം, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യതയും കുറയ്ക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിച്ച് ഹൃദയത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഗുണങ്ങളെ കൂടാതെ ചില പാർശ്വഫലങ്ങളും ഈ ഫാസ്റ്റിംഗിനുണ്ട്. ക്ഷീണം, ഉറക്കക്കുറവ്, അമിത വിശപ്പ്, തലവേദന എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത ഇതുവഴി ഉണ്ടാകാം. തുടർച്ചയായ കലോറി നിയന്ത്രണത്തിലൂടെ വിശപ്പിന്റെ ആസക്തി വർദ്ധിക്കുമെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ദഹനക്കേട്, വയറിളക്കം, ഓക്കാനം എന്നിവയും അനുഭവപ്പെട്ടേക്കാം. നാരുകൾ കൊണ്ട് സമ്പുഷ്ടമായ പോഷകസാന്ദ്രമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും. മാത്രമല്ല, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ശരിയായ രീതിയിലല്ല എങ്കിൽ പോഷകാഹാരക്കുറവും ഉണ്ടാകാം. ഇന്റർമീഡിയന്റ് രീതിക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും ഈ ഒരു രീതി സ്വീകാര്യമാകണമെന്നില്ല. ചിലർ പൂർണ്ണമായും ഈ ഡയറ്റിംഗ് രീതി ഒഴിവാക്കേണ്ടി വരും. അസിഡിറ്റി, കോർട്ടിസോൾ നിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളവർ, തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്നിവ ഉള്ളവരും ഈ രീതി ഒഴിവാക്കേണ്ടതായി വരും. എന്നിരുന്നാലും ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തേണ്ടതാണ്.